പന്തളം റോട്ടറി ക്ലബിന് പുതിയ ഭരണസാരഥ്യം. 36ാമത് പ്രസിഡന്റായി ശ്രീകുമാർ ES സ്ഥാനമേറ്റു. റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ അഡ്വക്കേറ്റ് KG രാജീവ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് ഒരു ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർധനരായ 25 വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്ന പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ 7 രാജ്യങ്ങളിലായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 7 കൊടുമുടികൾ കീഴടക്കിയ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ജന്മനായുള്ള രോഗത്തെയും ശാരീരിക ആവശ്യകതകളെയും തോൽപ്പിച്ചു മുന്നേറുന്ന ചലച്ചിത്ര സംവിധായകൻ രാകേഷ് കൃഷ്ണൻ, സംസ്ഥാന സർക്കാരിൻ്റെയും പന്തളം നഗരസഭയുടെയും ഏറ്റവും നല്ല നെൽകർഷകനുള്ള അവാർഡുകൾ നേടിയ പ്ലാമിളയിൽ ചന്ദ്രനുണിത്താൻ, ക്ഷീരകർഷകനായ പ്രകാശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ക്ലബ് ഈ വർഷം ഒരു നിർധന വനിതയ്ക്ക് വീട് വെച്ച് നൽകുന്ന ഓപ്പോൾ പദ്ധതിക്കുള്ള ധനസമാഹരണത്തിനും തുടക്കം കുറിച്ചു. സാജൻ സൺഷൈൻ 50,000 രൂപയുടെ ചെക്ക് കൈമാറിക്കൊണ്ടാണ് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത്. പന്തളം ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രഘു പെരുമ്പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ KO ജോൺ മുഖ്യാതിഥിയായിരുന്നു. ക്ലബിലെ പുതിയ അംഗങ്ങൾക്ക് സത്യവാചകവും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. മാത്യു T വർഗീസ്, വേണുഗോപാൽ, രാജഗോപാൽ, ഗോപിനാഥ് കുറുപ്പ്, രാജേഷ് കുരമ്പാല, ജ്യോതിഷ് കളരിക്കൽ, രഘു ഷീബ, അജയകുമാർ, അജയ് മോഹൻ, N സന്തോഷ്, സാജൻ സൺഷൈൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി G സുരേഷും ട്രഷററായി ഹരികുമാർ നെടിയകാലായാലും ശ്രീകുമാറിനൊപ്പം സ്ഥാനമേറ്റു. വേദിയിലുള്ള റോട്ടറി അംഗങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള റോട്ടറി അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ റോട്ടറി ക്ലബിൻ്റെ 36ാമത് പ്രസിഡന്റായിട്ടാണ് ഞാൻ ചാർജിരിക്കുന്നത്. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ദൗത്യമാണ്. ഇത് സാധിച്ചെടുക്കാൻ വേണ്ടി ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണം എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷത്തെ റോട്ടറി ക്ലബിൻ്റെ പുതിയൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് നിർദ്ധരായൊരു ആൾക്കാർക്ക് ഒരു വീട്. അത് ഒരു വർഷത്തിനുള്ളിൽ, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നടത്താം. അതിനുവേണ്ടി ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണം എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ ഏൽപ്പിച്ച ഈ കടമ ഉത്തരവാദിത്തത്തോടുകൂടി നടത്തപ്പെടുന്നതിന് വേണ്ടി എൻ്റെ സഹപ്രവർത്തകർ എന്നോട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാനും നേതൃത്വം എടുക്കുന്ന 25 ഇലക്ട്രിക്കൽ ആട്ടോ കൊടുക്കുന്ന ഒരു ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് നടക്കുകയാണ്. അതിൽ നിങ്ങളെ സാധാരണഗതിയിൽ അടക്കി പോലെ റോട്ടറി ഫൗണ്ടേഷന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വനിതയ്ക്ക്, നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു നിർദ്ധരായ ആട്ടോ ഓടിക്കാൻ കഴിവുള്ള ഒരു വനിതയ്ക്ക് പന്തളം ക്ലബിലൂടെ നമുക്ക് ഒരു ആട്ടോ കൊടുക്കുവാൻ നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ ഒരുക്കി തരുന്നതാണ്. ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് അതോടൊപ്പം ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് പങ്കാളിയാകുവാൻ കഴിയും എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് മരിക്കാത്തത്, അല്ലെങ്കിൽ അവർക്ക് പ്രായമാവാതെ നടക്കുന്നത്? അവർ എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നുണ്ടാണ്. അപ്പം അങ്ങനെ എവറസ്റ്റും കിളിമഞ്ചാറും കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാൻ വേണ്ടി തീരുമാനിച്ചത്. അത് 7 സമ്മിറ്റ് എന്ന് പറയും. ലോകത്തിൽ തന്നെ 500 പേരെ ചെയ്തിട്ടുള്ളൂ. ലോകത്തിൽ 700 കോടി ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിലും കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചതിലും ഇത്തരം പേരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ആഫ്രിക്ക, ഏഷ്യ എവറസ്റ്റ്. അത് കഴിഞ്ഞ് നോർത്ത് അമേരിക്കയിൽ ഹയസ്റ്റ് പീക്ക് മൗണ്ട് ദനാലി, സൗത്ത് അമേരിക്ക ഹയസ്റ്റ് പീക്ക് അക്കൻകാഗ്വ അർജന്റീനയിൽ. അതിനുശേഷം അന്റാർട്ടിക്കയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് വിൻസൺ, അത് കയറുന്ന ഫസ്റ്റ് മലയാളിയാണ്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതം ചിലിയിലെ ഹയസ്റ്റ് പീക്കാണ് ഓഹോസ് ഡെൽ സലാഡോ. അതിനുശേഷം ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് ഗോസിയോസ്കോ. അതിനുശേഷം യൂറോപ്പിലെ
ഹയസ്റ്റ് പീക്ക് റഷ്യയിലുള്ള മൗണ്ട് എൽബ്രൂസ്. ഇതാണ് 7 സമ്മിറ്റ്സ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ജീവിതത്തിൽ ഇനി ലക്ഷ്യങ്ങൾ മുന്നോട്ട് വേണം. എൻ്റെ മൊത്തം ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എവറി കൺട്രിയിലെ ഹയസ്റ്റ് പീക്സ് ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്നതോടൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. ഈ എപ്പോഴും നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് താഴെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ശരിക്കും ആ സ്ട്രഗിൾ ഓവർകം ചെയ്യുന്നതാണ് യഥാർത്ഥ സ്ട്രഗിൾ. അല്ലെങ്കിൽ മലയിൽ കയറുന്നതല്ല സ്ട്രഗിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനും രാകേഷ് കൃഷ്ണനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. എല്ലാവരും നമ്മളെ എന്താ പറയുക ഒരു അനുമോദിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സമയം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും നമ്മുടെ നാട്ടിലെ സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. അവരെ നിങ്ങൾ അനുമോദിക്കും, അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത് വേണം, അത് മസ്റ്റാണ്. പക്ഷെ നിങ്ങൾക്ക് അടുത്തത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് ഞങ്ങളാണ് എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ്. ഒന്ന് മെന്റലായിട്ട് നമ്മൾ ഒരു കൂടെ നിൽക്കുക. നമുക്കൊരു കൂട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ചുമ്മാ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി കയറും. ആ കൂട്ടമാണ് ശരിക്കും റോട്ടറി ക്ലബ്ബ്, JCI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതിനൊരു കൂട്ടങ്ങളാണ്. അവരെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എനിക്ക് പിന്നെ മനസ്സിലായത് അത് വേണം, മസ്റ്റാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് എങ്ങും എത്താൻ പറ്റുന്നത്. അപ്പം ആ ഫിനാൻഷ്യൽ എന്നതിന് ഉപരിയായിട്ട് എന്താണ് നിനക്ക് ഞങ്ങൾ ചെയ്തു തരേണ്ടത്, ആരെയാണ് നിനക്ക് പരിചയപ്പെടുത്തി തരേണ്ടത്, അത് ചോദിക്കത്തില്ല. നിങ്ങൾ റോട്ടറി ക്ലബ്ബ് ഒരു മഹനീയമായ ഒരു പ്രസ്ഥാനമാണ്. അത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ആലോചിച്ചത് ഈ എന്നാണ് പറയുന്നു. അപ്പം എന്നെ പറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ കാര്യങ്ങളിലാണ് തുടർന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ ആദ്യത്തേതായിട്ട് സ്വപ്നം ചെയ്യുമ്പോൾ അത് ഫസ്റ്റിൽ പ്രദർശിപ്പിച്ചത് ഇതുപോലുള്ള പന്ത്രണ്ട് കോളേജുള്ള ലോട്ടറിക്ക് പ്രസിന് ആദ്യമായിട്ട് സ്വപ്നം പ്രദർശിപ്പിച്ചത്. അന്ന് നമ്മൾ രാജേശ്വരൻ ഉണ്ടായിരുന്നു. അവിടെ പുള്ളിയെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ആദ്യത്തെ സ്വപ്നം പ്രദർശിപ്പിച്ചത്. പിന്നെ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ വേദിയിൽ രാവിലെ കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഞാൻ 9 വർഷങ്ങൾക്ക് മുമ്പ് ടാക്സി വിദേശിന് വെളിപ്പോയി പുള്ളിയെ കാണാൻ വേണ്ടി. അന്ന് പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് വേണ്ടി പോകാറ്. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല, എന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ പോയി. പിന്നെ 9 വർഷത്തിന് ശേഷം വീണ്ടും അതേ വീട്ടിൽ പോയി ജാൻസി എന്ന് കഥയും പറയാൻ പറ്റി. കഥ കേട്ടിട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഒരു നമുക്ക് നമ്മുടെ കഷ്ടപ്പെട്ട അധികമല്ല മുന്നോട്ട് വരും. കാരണം നമ്മൾ നേരാതെ എത്തുമ്പോഴും പല തടസ്സങ്ങളും ഉണ്ടാവും. അതൊക്കെ നമുക്ക് നമ്മൾ എന്താ പറയുക എല്ലാം മാറ്റി മുന്നോട്ട് പോകാം. എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സമയത്ത് എന്താ പറയുക പലരും കഴിഞ്ഞുപോയ കാര്യം തിരിച്ച് വീണ്ടും ഇന്നിലേക്ക് വന്നുകൊണ്ടിരിക്കാം. എൻ്റെ നിവേദനമാണ്. അപ്പം എൻ്റെ അടുത്ത സിനിമ കുറേ ഉണ്ടാവും. അത് പണിപ്പുരയാണ്. അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് നല്ലൊരു പടമാണ്. അത്യാവശ്യം ആർട്ടിസ്റ്റും ഒരു പടമാണ്. അത് നമുക്ക് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമാകുമ്പോൾ അതിൻ്റെ കാര്യം ഷൂട്ടിംഗ് കഴിഞ്ഞ് നടക്കും. അപ്പം എല്ലാവരും ആ പടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും, പ്രാർത്ഥിക്കും. നാടൻപാട്ടിലാണ് പാടം. നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്, നല്ല കൈകളിൽ എല്ലാവരും ചെറുപ്പം നല്ല കേൾക്കുന്നത്. അതൊക്കെ പരിചയമുള്ള പാട്ടുകൾ പ്രണയത്തിനെ സംബന്ധിക്കുന്ന പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ആളുകളും നമ്മളെ ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താനു താനന്ദിനന്ദാനെ താനു താനന്ദിനന്ദാനെ തന്ദിനാനേ താനു താനന്ദിനന്ദാനെ താനു താനന്ദിനന്ദാനെ താനു താനന്ദിനന്ദാനെ തന്ദിനാനേ താനു താനന്ദിനന്ദാനെ താനു താനന്ദിനന്ദാനെ താനു താനന്ദിനന്ദാനെ തന്ദിനാനേ
കൂടെ എന്തോന്ന് തോന്നുന്നേടി താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ എനിക്കെഞ്ച് അഖിലമാരും കരിവിട്ട് കരിവീരന്മാരും നോട് കളിക്കുമ്പോൾ നോക്കിക്കോണേ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ എനിക്കെഞ്ച് അഖിലമാരും കരിവിട്ട് കരിവീരന്മാരും നോട് കളിക്കുമ്പോൾ നോക്കിക്കോണേ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ ആവാട്ടം എന്റെ പെണ്ണെ കലിയിൽ ചുഴലിച്ചവനാട്ട് നെയ്യും കൊണ്ടേ ഞാൻ പോവുള്ളൂ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ ആവാട്ടം എന്റെ പെണ്ണെ കലിയിൽ ചുഴലിച്ചവനാട്ട് നെയ്യും കൊണ്ടേ ഞാൻ പോവുള്ളൂ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ താനോ താനന്ദിനന്താരെ വന്നിന്നാരെ വന്നിന്നാരെ അനനന വന്നിന്നാരെ വന്നിന്നാരെ അനനന വന്നിന്നാരെ. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.